ഇന്ന് രാവിലെ മുതൽ പല ആവർത്തി നാം പാടിയ പാട്ടുകളിൽ നാം ധ്യാനിച്ച വചനങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പല നിലകളിൽ നാം ധ്യാനിക്കുവാനിടയായിത്തീർന്നു. രാവിലെ നാം പാടി അവർ ഗോഡ് ഈസ് ഗ്രേറ്റ്, അവർ ഗോഡ് ഈസ് സ്ട്രോങ്ങർ. നമ്മുടെ ദൈവം ശ്രേഷ്ഠനാണ്, നമ്മുടെ ദൈവം മഹോന്നതനാണ്. ഇപ്പം നാം പാടിയത് തന്നെയാണ്. എത്ര മനോഹരൻ, എത്ര മഹോജ്വലൻ, പ്രിയൻ യേശുപരൻ, എത്ര ശ്രേഷ്ഠനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്നുള്ളതാണ് നാം ഓരോ ദിവസങ്ങൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. പകൽക്കാലം പുതിയൊരു പ്രസംഗ പരമ്പരയിലേക്ക് നാം കടക്കുകയാണ്. ശ്രേഷ്ഠനായ ആ ദൈവത്തെ ഒന്ന് വിലയിരുത്തുവാൻ, ഒന്ന് മനസ്സിലാക്കുവാൻ, ഒന്നുകൂടെ ഒന്ന് രുചിച്ചറിയുവാൻ നാം ഈ പ്രസംഗ പരമ്പരയിൽ ശ്രമിക്കുകയാണ്. ഒരു ഒറ്റ വാക്യം മാത്രം പ്രാരംഭമായി വായിച്ചിട്ട് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. മതി. ദൈവത്തിൻ്റെ ചില പ്രത്യേകതകളെ കുറിച്ച് നാം പെട്ടെന്ന് അവിടെ നിന്ന് കാണുവാനിടയായി. വിശുദ്ധ വേദപുസ്തകത്തിലെ പല വേദഭാഗങ്ങൾ, ഒരുപാട് വേദഭാഗങ്ങൾ ഞാൻ എടുത്തുവെങ്കിലും സമയത്തിൻ്റെ പരിമിതിയിൽ അതൊന്നും ഞാൻ ഇപ്പം വായിക്കുന്നില്ല. എങ്കിലും ചെറിയ തോതിൽ പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകം 3:14 പറയുന്നു, നമ്മുടെ ദൈവം വിശ്വസ്തനായ ഒരു ദൈവം. യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം 45-ാം വാക്യം പറയുന്നു, നമ്മുടെ ദൈവം വിശ്വസ്തനായ ഒരു ദൈവം. 89-ാം സങ്കീർത്തനം 8-ാം വാക്യം പറയുന്നു, ഹി ഈസ് ക്ലോത്ത്ഡ് ഇൻ ഫെയ്ത്ത്ഫുൾനെസ്. Psalms 96:13 says he judges in faithfulness. Psalms 119:75 says he afflicts the children in faithfulness. Psalms 143:1 says he responds to prayer in faithfulness. വിശ്വസ്തനായ ഒരു ദൈവത്തെ നാം സേവിക്കുന്ന ദൈവം എന്ന പ്രസംഗ പരമ്പരയിൽ ഇന്ന് ആദ്യമായി നാം ചിന്തിക്കുവാൻ പോകുന്നു വിശ്വസ്തനായ ഒരു ദൈവത്തെക്കുറിച്ച്. ഇന്ന് പകൽക്കാലം നമുക്ക് ആശ്വസിക്കുവാൻ, നമുക്ക് സന്തോഷിക്കുവാൻ ഒരു കാര്യമുണ്ട്. നാം സേവിക്കുന്ന ദൈവം വിശ്വസ്തനായ ഒരു ദൈവമാണ്, മാറ്റമില്ലാത്തവനായ ദൈവമാണ്. രാവിലെ നാം പാടിയതുപോലെ മാറ്റമില്ലാത്ത യേശു, മാറാത്തവൻ നാം പാടിയതുപോലെ മാറ്റമില്ലാത്തവനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഇന്ന് പകൽക്കാലം നാം കടന്നു പോകുന്ന ഏത് സാഹചര്യമായിരുന്നാലും, ഇന്ന് പകൽക്കാലം നാം ചിന്തിച്ചു നോക്കിയാൽ നമ്മളിൽ നിന്ന് വഴുതി മാറിപ്പോയ അനേകരെ നാം നമ്മുടെ മനസ്സിൻ്റെ മുകുരങ്ങളിൽ നാം ഉണ്ടായിരിക്കും. എല്ലാം മറന്നിട്ട് ഇന്ന് പകൽക്കാലം ഓർക്കണമേ, നാം സേവിക്കുന്ന ദൈവം വിശ്വസ്തനായൊരു ദൈവമാണ്. 3 കാര്യങ്ങൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് ഒന്ന് പരാമർശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, വാഗ്ദത്തങ്ങളിൽ താൻ വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാന്ന് പറയുമ്പോൾ ഒന്നാമത് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണിത്. വാഗ്ദത്തങ്ങളിൽ ദൈവം വിശ്വസ്തനാണ്. God is faithful in promises. ഞാൻ ഓർക്കുന്നുണ്ട്, സെമിനാരിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ പല സുഹൃത്തുക്കളും കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, അവർ പഠിക്കുവാൻ വരുമ്പോൾ ആരെങ്കിലും വിദേശത്തുള്ളവരോ സ്വദേശത്തുള്ളവരൊക്കെ പറയും, ഞാൻ സ്പോൺസർ ചെയ്തേക്കാം. പഠിച്ചു 1-2 മാസം കഴിയുമ്പോൾ തൊട്ട് സ്പോൺസർഷിപ്പൊക്കെ ഇങ്ങനെ മാറും. പിന്നെ ഇവർ കിടന്ന് കഷ്ടപ്പെടുക, എന്തോ ചെയ്യും, എങ്ങനെ ഞാൻ ഫീസ് അടയ്ക്കും. വാക്കുമാറുന്ന മനുഷ്യർ. ചിലരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറയുമെങ്കിലും അല്പം കഴിയുമ്പോൾ അവരതിന് കഴിവില്ലാത്തവരായി മാറും. അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പറയാം, നമ്മൾ വോളിബോളൊക്കെ കളിക്കുമ്പോൾ പന്ത് വരുമ്പോൾ ഒരാൾ വിളിച്ചു പറയും ഐശാൽ എന്ന് വിളിച്ചു പറഞ്ഞേച്ച് സ്ലോലി എത്തപ്പെടാൻ കഴിയാതെ സ്കിപ്പാവുന്നൊരു ചിത്രം. രാഷ്ട്രീയ ലോകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ അവർ വാഗ്ദത്തങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നാട്ടിലൊക്കെയാണ് പറയും, ഞാൻ പാലം പണിയാം, റോഡ് പണിയാം. ഇവിടെ പറയും ടാക്സ് കട്ട് ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യാം. അവർ അധികാരത്തിലോട്ട് കയറി കഴിയുമ്പോഴോ അവരുടെ വാക്കിന് വിലയില്ല. എബ്രായ ലേഖനം 10-ാം അധ്യായം 23-ാം വാക്യം ഇങ്ങനെ പറയുന്നു, Hebrews chapter 10:23. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ലോകത്തിലെ ആളുകൾ അവരുടെ വാഗ്ദത്തങ്ങൾ പാലിക്കുവാൻ കഴിയാത്തവരായി, അവയെ മറന്നു പോകുമ്പോൾ, അവയിൽ നൊഴിഞ്ഞു മാറുമ്പോൾ, അത് ചെയ്യുവാൻ കഴിവില്ലാത്തവരായി മാറുമ്പോൾ, ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ കഴിവുള്ളവനാണ്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഭക്തന്മാരുടെയൊക്കെ നീണ്ട നിര നാം പരിശോധിച്ചാൽ അവരുടെയൊക്കെ ജീവിതത്തിൽ
വിശ്വസ്തനായ ദൈവത്തെ രുചിച്ചറിഞ്ഞു. അബ്രഹാമിനെ നോക്കുക. അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തൊരു പൈതലിനെ കൊടുക്കാമെന്ന്. ആളുകൾ കഴിഞ്ഞിട്ടും അത് സംഭവിച്ചില്ല. അവരുടെ ശരീരം ബലഹീനമായി. എന്നിരുന്നിട്ടും 100-ാം വയസ്സിൽ ഒരു കുഞ്ഞിന് പിതാവാകുവാൻ അബ്രഹാമിന് പ്രത്യേകം ഒരു ഭാഗ്യം കൊടുത്തു. സാറായിലൂടെ തനിക്കൊരു കുഞ്ഞുണ്ടാകുവാൻ. ശാരീരിക വൈകല്യം ഒരു തടയണയായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ തീരുന്നില്ല. എൻ്റെയും നിൻ്റെയും പരിമിതിയല്ല ദൈവത്തിൻ്റെ വിഷയം, തൻ്റെ വാഗ്ദത്വം ആ വിഷയം. ഇന്ന് പകൽക്കാലം നാം കടന്നു പോകുന്ന സാഹചര്യം ഏതുമാകട്ടെ, നമ്മുടെ പരിമിതി എന്തുമാകട്ടെ, നമ്മുടെ അവസ്ഥകൾ എന്തുമാകട്ടെ, പരിമിതികളുടെ ഉപരിയായി ശക്തമായി പ്രവർത്തിക്കുന്ന, പരിമിതികൾക്ക് അതീതമായി ദൈവശക്തി ഇറക്കുന്ന, നമ്മുടെ വൈകല്യങ്ങളെ പൂർണ്ണമായി മാറ്റുന്ന ഒരു ദൈവത്തെ നാം സേവിക്കും. താൻ വിശ്വസ്തനാകൊണ്ട് നമ്മുടെ പരിമിതികൾ ദൈവത്തിൻ്റെ ആ വിശ്വസ്തതയുടെ മുമ്പിൽ മാറിപ്പോകുന്ന ഒരു ചിത്രം. അതുപോലെ തന്നെ ഇസ്രായേല്യരുടെ അനുഭവം, അവരോട് വാഗ്ദത്തം ചെയ്യുകയാ ദൈവം. നിങ്ങൾക്കൊരു വാഗ്ദത്ത നാട് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അവരുടെ 430 വർഷത്തെ കഠിന അധ്വാനമൊക്കെ കഴിഞ്ഞ് ആ ഒരു സമയത്ത് ദൈവം മോശയെ എഴുന്നേൽപ്പിച്ചു. പക്ഷേ മോശയുടെ നേതൃത്വത്തിൽ മുമ്പോട്ട് വരുമ്പോൾ വഴിയിൽ അവർ ചില പ്രതിസന്ധികൾ നേരിടുകയാണ്. ദൈവം പ്ലാനുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക. 40 വർഷം മരുഭൂമിയിലൂടെ ഉഴന്നു നടന്നു. അവർ ചിന്തിച്ചു, ഞങ്ങളുടെ നേതാവ് മോശ ഞങ്ങളെ ആ മറുകരയിൽ എത്തിക്കും. പക്ഷേ മോശ മരിച്ചു. പക്ഷെ ദൈവത്തിൻ്റെ വിശ്വസ്തത മാറിയില്ല. ദൈവം യോശുവ എഴുന്നേൽപ്പിച്ചു. മുമ്പോട്ട് പോകുമ്പോൾ പിന്നെയും ഒരുപാട് ഒബ്സ്റ്റക്കിൾസാ. യോർദാൻ കാണുക, എരിഹോ കാണുകയാ, ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് മുമ്പിൽ നിൽക്കുകയാ. പക്ഷേ ദൈവത്തിൻ്റെ വിശ്വസ്തത അവയൊന്നും തടയണയായി നിൽക്കുവാൻ അതിൻ്റെ മുമ്പിൽ കഴിഞ്ഞില്ല. ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഒബ്സ്റ്റക്കിൾസ് എന്താണെങ്കിലും ശരി, ഞാനും നിങ്ങളും അനുഭവിക്കുന്ന പ്രതിസന്ധി, ആ പ്രതികൂല സാഹചര്യം എന്താണെങ്കിലും ശരി, ആ തടയണയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന അനുഭവം എന്താണെങ്കിലും ശരി, ഒരു കാര്യം നാം മറക്കരുത്. ദൈവം നമ്മോട് വാക്കു പറഞ്ഞിട്ടുണ്ടോ, എല്ലാ ഒബ്സ്റ്റക്കിൾസും അതാതിന്റെ സമയത്ത് താഴെ പോകും. എരിഹോ താഴെ പോയെങ്കിൽ, യോർദാൻ വിഭജിക്കപ്പെട്ടെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങളൊന്നും ഒരിക്കലും മാറിപ്പോകത്തില്ല. ഒബ്സ്റ്റക്കിൾസിനെ എടുത്തു മാറ്റുവാൻ, ഒബ്സ്റ്റക്കിൾസിനെ ഇല്ലാതാക്കുവാൻ, പ്രതികൂലത്തെ എടുത്തു കളയുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം വിശ്വസ്തൻ. വാക്കു പറഞ്ഞാൽ അവൻ മാറുകയില്ല. ഇസ്രായേലിയർ അവർ വാഗ്ദത്തം പ്രാപിച്ചൊരു മശിഹായ ദൈവം അവർക്ക് കൊടുക്കാമെന്ന്. പക്ഷേ നാളുകൾ കഴിഞ്ഞു അവരുടെ പ്രത്യാശയെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ തൽസമയത്ത് മശിഹ കടന്നു വരികയാണ്. പലപ്പോഴും നമ്മളും ഇസ്രായേൽ മക്കളെ പോരാ. നാളുകൾ കഴിയുമ്പോൾ നമ്മുടെ പ്രത്യാശയൊക്കെ അങ്ങ് ചോർന്നു പോകും. നമ്മുടെ വാഗ്ദത്തം പോലും നമ്മൾ മറന്നു പോകും. ചിന്തിച്ച് നോക്കിയേ, ഈ യഹൂദിയിലുണ്ടായിരുന്ന ആ മത നേതാക്കന്മാർ അവർക്കറിയാം ദൈവം യേശു എവിടെ ജനിക്കാമെന്ന്. പക്ഷേ അവരത്ര അങ്ങോട്ട് വിശ്വസിച്ചില്ല. പലപ്പോഴും നമ്മളും ഇതുപോലെ വാഗ്ദത്തമൊക്കെ നമ്മളങ്ങ് ചവറ്റുകൊട്ടയിലേക്ക് എറിയുന്നവർ. എന്ന് പകൽക്കാലം ആ ദൈവത്തിങ്കിലേക്ക് ഒന്നുകൂടെ കണ്ണുകളൊന്ന് ഉയർത്തിക്കേ. നാം സേവിക്കുന്ന ദൈവം വിശ്വസ്തന. തൽസമയത്ത് ഞാനും നിങ്ങളും ചിന്തിക്കുന്നതിലുപരി തൽസമയത്ത് സഹായത്തിനായി വരുന്ന ഒരു ദൈവം. പക്ഷേ മറുവശം കൂടെ ഞാനങ്ങ് പറയുക, പക്ഷെ എല്ലാ പ്രോമിസസും അൺകണ്ടീഷണൽ ആയിരിക്കത്തില്ല. ചില പ്രോമിസസൊക്കെ കണ്ടീഷണൽ ആയിരിക്കും. മറക്കരുത് കേട്ടോ. ചിലപ്പം ദൈവദാസന്മാരോടൊക്കെ ചില ആലോചനകളൊക്കെ ദൈവം പറയുമ്പോൾ പറയും, നീ ഇങ്ങനെ ചെയ്താൽ നിനക്കിന്നത് കേട്ടും. ചില പ്രോമിസസൊക്കെ കണ്ടീഷണലാ. അത് കിട്ടിയെന്ന് പറഞ്ഞ് പരാതിപ്പെടും. നമ്മൾ ആ കണ്ടീഷൻ ഒന്ന് പാലിക്കുക. അപ്പം ദൈവം ബാക്കി കാര്യം കൂടെ ചെയ്യും. ദൈവത്തിൻ്റെ ആ വാഗ്ദത്തങ്ങൾ നാം മുറുകെ പിടി. ഒരിക്കലും ഒരു കുഞ്ഞ് തന്നെ ഒരു പട്ടം പറപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുമ്പം പട്ടം വളരെ ഉയരത്തിലേക്ക് പോയി മേഘം ഇങ്ങനെ മൂടി നിൽക്കുക. ഒരു മനുഷ്യൻ ആ വഴി വന്നിട്ട് ചോദിക്കും, നീ എന്തോ ചെയ്യുക ഇവിടെ? അവൻ പറയും, ഞാൻ പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുക. പട്ടം ഇവിടെ കാണാനില്ലല്ലോ. അവൻ പറഞ്ഞു, പട്ടം നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ എനിക്ക് കാണുന്നില്ല. എനിക്കൊരു കാര്യം അറിയാം, പട്ടത്തിൻ്റെ സ്ട്രിങ് എൻ്റെ കയ്യിലുണ്ട്, അത് മൂവ് ചെയ്യുന്ന ഞാൻ അറിയുന്നുണ്ട്. ഇന്ന് പോൽക്കാലം ഞാനും നിങ്ങൾ സേവിക്കുന്ന ദൈവം വാഗ്ദത്തം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ നമുക്ക് ചിലപ്പോൾ കണ്ടെന്നിരിക്കത്തില്ല. പക്ഷേ നമ്മുടെ ആത്മീക
കണ്ണുകൾ നാം ഫീൽ ചെയ്യും, ആത്മീക മനസ്സിൽ നാം ഫീൽ ചെയ്യും. യെസ്, മേളിലൊരു ഒരാളുണ്ട്, മേളിലൊരു പിടിയുണ്ട്, മേളിൽ ചില മൂവ്മെന്റുകൾ നടക്കുന്നുണ്ട്, മേളിലൊരു കാറ്റുണ്ട്. എൻ്റെ നഗ്ന നേത്രങ്ങൾക്ക് കാണത്തില്ലെങ്കിലും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വാഗ്ദത്തം, നിങ്ങളിൽ വിശ്വസ്തൻ. രണ്ട്, ഫെയ്ത്ത്ഫുൾ ഇൻ ഹിസ് പാഷൻ. അതെന്നെ ചിന്തിപ്പിച്ച മാറ്റം. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ ദൈവത്തിന് തൻ്റെ ജനത്തോട്, ഞാൻ സമയത്തിൻ്റെ ചുരുക്കത്തിൽ ഞാൻ വായിക്കുന്നില്ല, തൻ്റെ ജനത്തോട് ദൈവത്തിനൊരു പാഷനുണ്ട്, ഒരു പ്രത്യേക താല്പര്യം, ഒരു പ്രത്യേക അഭിനിവേശം. ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ പലപ്പോഴും ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും വളരെ വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു ഉണർവ്യോഗം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വലിയ സന്തോഷമാണ്. അടുത്ത വർഷം അല്ലെങ്കിൽ 31-ാം തീയതി മീറ്റിംഗ് കഴിയുമ്പോൾ നമ്മൾ പറയും അടുത്ത മാസം അടുത്ത വർഷം ഞാൻ ഇന്ന കാര്യം, വലിയ പാഷനാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ ആ പാഷൻ ചോർന്നു പോകും, നമ്മൾ പിന്നെ ലോകത്തിലെ കാര്യത്തിലേക്ക് പോകും. പക്ഷെ ദൈവത്തിന് തൻ്റെ ജനത്തെക്കുറിച്ച് ഒരു പാഷനുണ്ട്. ആ പാഷൻ ഒരിക്കലും ചോർന്നു പോകത്തില്ല, അതൊരിക്കലും ഇല്ലാതെ പോകത്തില്ല. മനുഷ്യരെ പോലെ അല്ല ദൈവം. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും തനിക്കൊരു പാഷൻ, ഒരു പ്രത്യേക അഭിനിവേശമുണ്ട്, ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ലോകത്തിന് മനസ്സിലാകത്തില്ല, പക്ഷെ നമുക്ക് അത് മനസ്സിലാക്കണം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ഓർക്കുക, എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പാഷൻ, ഒരു പ്രത്യേക ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അവൻ ആ പ്രത്യേക നിലകളിൽ പലപ്പോഴും പ്രവർത്തിക്കും. നാം ചിന്തിക്കുന്നതിലുപരിയായിട്ട് താൻ പ്രവർത്തിക്കും. ലോകത്തിലെ ദൈവങ്ങൾ നമുക്ക് വ്യത്യസ്തനായ ഒരു ദൈവമാണ് നമ്മുടെ കാര്യം. അവന് തൻ്റെ ജനത്തെക്കുറിച്ച് പ്രത്യേക ഒരു പാഷനുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ദൈവമേ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് അവർക്കൊക്കെ അനുഗ്രഹം കിട്ടി, എനിക്കെന്താ കിട്ടാതെ? പൽക്കാലം അവർക്ക് delay is not a denial, but in his time he will do everything പെർഫെക്റ്റ്ലി. അവന് നമ്മെക്കുറിച്ചൊരു പാഷനുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ പഴമയിലേക്ക് നാം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, എന്നെയും നിങ്ങളെയും ഇത്രയും ദൈവം അനുഗ്രഹിക്കുന്നതിൻ്റെ കാര്യം കഴിഞ്ഞ കാല ഭക്തന്മാരായ നമ്മുടെ പിതാക്കന്മാരോട് ദൈവത്തിന് കാണിച്ച ഒരു പ്രത്യേക താല്പര്യമാണ്. അതുതന്നെയാണ് ഇസ്രായേൽ മക്കളോട് കാണിച്ചത്. അവരുടെ പിതാക്കന്മാരോട് കാണിച്ച ആ സ്നേഹം അവരുടെ തലമുറകളോട് ദൈവം നിലനിർത്തുവാൻ തുടങ്ങി. എനിക്കും നിങ്ങൾക്കും അത് ക്ലെയിം ചെയ്യാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാരോട്, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവരോട് കാണിച്ച ആ സ്നേഹം, അവരോട് കാണിച്ച ആ വാഗ്ദത്തം, അവരോട് കാണിച്ച ആ പ്രത്യേക അഭിനിവേശം ഇന്നും ഞാനും നിങ്ങളും അതിൻ്റെ ആ ആസ്വാദകരായി മാറിയിരിക്കുക. നമ്മൾ അതിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. Yes, God has a passion for you and I. എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പാഷനുണ്ട്. He is faithful in his passion. 3, he is faithful in his performance. താൻ പ്രവർത്തിക്കുന്നതിൽ താൻ വിശ്വസ്തനാണ്. എന്നെ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പ്ലാനുണ്ട്. ആ പ്ലാനിൽ ദൈവം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആ പ്ലാനുകളുടെ ഇടയിൽ ചില ട്രയൽസൊക്കെ വന്നു. ഇന്നലെ നമ്മൾ യോസഫിനെ കുറിച്ച് കേട്ടു. യോസഫിനെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്. പക്ഷേ he has to go through some trials, he has to go through some crisis, he has to go through some problems. അതിനകത്തൂടെ പോകുമ്പോൾ ദൈവം കൂടെയിരിക്കും. നിനക്ക് പരീക്ഷ ഒരു പരിധി കൂടുതൽ വരാതിരിക്കും, നിനക്ക് സഹിക്കാവുന്നതിലുപരി തരാതിരിക്കും. 1 കൊരിന്ത്യർ 10:13 ഒന്ന് വായിച്ചാട്ട്. അതാണ് ഇങ്ങനെ പറയുക. 1 കൊരിന്ത്യർ 10:13. പരീക്ഷയോടുകൂടെ പോക്കുവഴിയും ഉളവാക്കുന്ന വിശ്വസ്തനായൊരു ദൈവം. പരീക്ഷ വരും, ശരിയാ, പക്ഷെ ഒരു പോക്കുവഴി കൂടെ ദൈവം നമുക്കുള്ളതാണ്. താൻ വിശ്വസ്തന. നമ്മുടെ ആ ട്രയൽസിൻ്റെ മധ്യത്തിൽ ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞർ ഒരു കുരങ്ങിനെ എക്സ്പെരിമെൻറ്റ് വേണ്ടി, ഒരു കുരങ്ങിൻ്റെ അമ്മയുടെ സ്നേഹത്തെ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഒരു കുരങ്ങിനെ വലിയൊരു പാത്രത്തിൽ ഇറക്കി. എന്നിട്ട് വെള്ളം ആ കുരങ്ങിനെയും കുഞ്ഞിനെയും കൂടെ ഒരു വലിയ പാത്രത്തിൽ ഇറക്കി വെള്ളം പതുക്കെ ഒഴിക്കുവാൻ തുടങ്ങി. ഈ വെള്ളം ഇങ്ങനെ കയറി വരുമ്പോൾ ഈ അമ്മയെ കുഞ്ഞിനെ പോക്കി ഒരു വിധത്തിലും ഈ കുഞ്ഞ് മുങ്ങാതിരിക്കാൻ വേണ്ടി എല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്നു. അവസാന നിമിഷം ഈ അമ്മയുടെ മൂക്കുവരെയും വെള്ളം വന്നപ്പോൾ അമ്മ കൊച്ചിനെ അടിച്ച് താഴോട്ടെടുത്ത് വെച്ച് അതിൻ്റെ പുറത്ത് കയറി നിന്നു. നോക്കിയേ,
ലോകത്തിൻ്റെ സ്നേഹം അങ്ങനെ ഒരു പരിധി കഴിയുമ്പോൾ നമ്മുടെ വിശ്വസ്തതയും ആർദ്രതയും ഒക്കെ മാറും. പക്ഷെ ദൈവത്തിൻ്റെ വിശ്വസ്തത അങ്ങനെ ചോർന്നു പോകുന്നതല്ല. എന്നെയും നിങ്ങളെയും പരീക്ഷയുടെ മധ്യത്തിൽ താഴെയിട്ടിട്ട് പുറത്തേക്ക് നിൽക്കുന്ന ഒരുവനെ അല്ല നാം സേവിക്കുന്ന ദൈവം പരീക്ഷയുടെ മധ്യത്തിൽ ഒരു പോക്കുവഴി ഉളവാക്കി എന്നെയും നിങ്ങളെയും പരിപാലിക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഹി ഈസ് സ്റ്റിൽ വാച്ചിങ് ഓൺ us, ഹി ഈസ് സ്റ്റിൽ വർക്കിംഗ് ഫോർ us. ഒരു ഗോൾഡ് സ്മിത്ത്, ഒരു പണിക്കാരൻ, ഒരു വെള്ളി മൂശാരി, തന്നെ ആ സിൽവർ സ്മിത്ത്, ഒരു ഗോൾഡ് സ്മിത്ത് ആ ഈയത്തിന് അല്ലെങ്കിൽ ആ വെള്ളിയുടെ മേൽ, സ്വർണത്തിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് അതിനെ എത്രമാത്രം ചൂടടിക്കുവാൻ കഴിയുമോ, അതിനെത്രമാത്രം ചൂടതിന് ഉൾക്കൊള്ളുവാൻ കഴിയുമോ എന്നുള്ളത് നോക്കി വിലയിരുത്തി അതിനനുസരിച്ച് കാര്യം ചെയ്യുന്നത് പോലെ എൻ്റെയും നിൻ്റെയും പരീക്ഷയുടെ മധ്യത്തിൽ എത്രമാത്രം എനിക്കും നിങ്ങൾക്കും സഹിക്കുവാൻ കഴിയുമോ എന്ന് ടെസ്റ്റ് ചെയ്ത് അതിന് തക്കവണ്ണം നമ്മളെ നോക്കിക്കൊണ്ടിരുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം നടച്ചാട്ട് ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലുതാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര ശ്രേഷ്ഠമാണ്. He is faithful in his promises. He is faithful in his passion for you and I. He is faithful in his performance for you and I. He is still working for you and I. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവം. അത് നമ്മുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തട്ടെ, അത് മനസ്സിൽ ഒന്ന് കയറിയാട്ടെ, നമ്മുടെ മനസ്സിൽ ഉറപ്പുണ്ടാകട്ടെ. എൻ്റെ ദൈവം വിശ്വസ്തനാണ്, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എന്തോ സംഭവിച്ചാലും ശരി, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എന്നെ വഴിയിൽ അലയുവാൻ അനുവദിക്കത്തില്ല. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ ഒരിക്കൽ കൂടെ രുചിച്ചറിയും. ഞാൻ എൻ്റെ ദൈവത്തോട് അല്പം കൂടെ കമ്മിറ്റ്മെൻറ്റ് ഇന്ന് പകൽക്കാലം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്പം കൂടെ ദൈവത്തോടൊന്ന് അടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ദൈവം വിശ്വസ്തനാ. കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വസ്തനായിരുന്നു, ഇന്നും വിശ്വസ്തനാ, നാളെയും വിശ്വസ്തനാ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് സമർപ്പിക്കുമ്പോൾ ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ് ഓ ഗോഡ്. അപ്പോൾ അങ്ങയുടെ വിശ്വസ്തത എത്ര വലുത്. എല്ലാ കണ്ണുകളും ദിവസം അടഞ്ഞിരിക്കുമ്പോൾ നമ്മെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിച്ച് നമുക്കിന്ന് പാടുവാൻ കഴിയുമോ? Great is thy faithfulness, great is thy faithfulness, morning by morning new mercies I'll see. All I have needed thy hand hath provided. Great is thy faithfulness, Lord, unto me. പിതാവേ, അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം, അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. നമ്മുടെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മുമ്പോട്ട് വന്ന്